നമസ്കാരം. ഇന്ത്യയുടെ തീരങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? കടലും തിരമാലയും മണലും അല്ലേ? പക്ഷെ അതിനപ്പുറം ഭയങ്കര രസകരമായൊരു കഥയുണ്ട്. ഒരേ രാജ്യത്തിന്റെ രണ്ട് തീരങ്ങൾ എങ്ങനെയാണ് ഇത്രയേറെ, ശരിക്കും പറഞ്ഞാൽ നേർവിപരീതമായത്? ആ വ്യത്യാസം അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു? നമുക്ക് നോക്കാം. ഈയൊരു ചോദ്യം നോക്കൂ. ഒരു രാജ്യത്തിന്റെ തീരപ്രദേശം ഒരു വലിയ സ്റ്റേജാണെന്ന് ഒന്നങ്ങോട്ട് സങ്കല്പിച്ചു നോക്കിക്കേ. നാടകമൊക്കെ നടക്കുന്ന പോലെ ഒരു സ്റ്റേജ്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്റ്റേജിന്റെ ഒരു വശം പതുക്കെ താഴേക്ക് പോവുകയാണ്. അതേസമയം മറ്റേ വശം പതിയെ മുകളിലേക്ക് ഉയർന്നു വരുന്നു. എന്തൊരു വിചിത്രമായ സ്റ്റേജ് അല്ലേ? ഈ വിചിത്രമായ സ്റ്റേജ് എന്ന ആശയം വെറുതെ പറഞ്ഞതല്ല. കാരണം നമ്മുടെ ഇന്ത്യയുടെ തീരങ്ങളെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉപമ ഇതാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇത്തരത്തിലുള്ള രണ്ട് അരങ്ങുകളെയാണ്. നമ്മുടെ പടിഞ്ഞാറൻ തീരവും പിന്നെ കിഴക്കൻ തീരവും. അപ്പോ അധികം വൈകണ്ട, നമുക്ക് ആദ്യത്തെ അരങ്ങിലേക്ക് തന്നെ പോകാം. അപ്പോ നമ്മുടെ ആദ്യത്തെ സ്റ്റേജ്, താഴ്ന്നുപോയ ആ പടിഞ്ഞാറൻ അരങ്ങ്. എന്തുകൊണ്ടാണിതിനെ ഇങ്ങനെ വിളിക്കുന്നത്? അതിന്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ശരിക്കും പറഞ്ഞാല് ഇതിനൊരു ശാസ്ത്രീയമായ പേരുണ്ട്: സബ്മേർജ്ഡ് കോസ്റ്റ്, അല്ലെങ്കിൽ മുങ്ങിപ്പോയ തീരം. സംഭവം സിമ്പിളാണ്. കാലം കൊണ്ട് ഭൂമിയുടെ ഈ ഭാഗമുണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് താഴേക്ക് പോയി. അപ്പൊ എന്തുപറ്റി? കടൽ സ്വാഭാവികമായും കരയിലേക്കങ്ങ് കയറി. അതിന്റെ ഫലമായിട്ടാണ് പടിഞ്ഞാറൻ തീരം നമ്മൾ കാണുന്ന പോലെ ഇത്ര ഇടുങ്ങിയതും അതേസമയം കടലിന് നല്ല ആഴവുമുള്ള ഒന്നായി മാറിയത്. വാ, നമുക്ക് ഈ പടിഞ്ഞാറൻ തീരത്തിലൂടെ വടക്ക് നിന്ന് തെക്കോട്ടൊരു യാത്ര പോകാം. എവിടെ തുടങ്ങും? ഗുജറാത്തിലെ കച്ചിൽ നിന്നും കത്യവാറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. അവിടുന്ന് നേരെ മഹാരാഷ്ട്രയുടെ കൊങ്കൺ തീരത്തേക്ക്, പിന്നെയും താഴോട്ടു പോയാൽ കർണാടകയുടെ ഗോവൻ, കന്നഡ തീരങ്ങളായി. അവസാനം എവിടെയെത്തും? നമ്മുടെ സ്വന്തം കേരളത്തിലെ മലബാർ തീരത്ത്. ഈ യാത്രയിലുടനീളം കാണുന്ന ഓരോ സ്ഥലത്തിനും അതിന്റേതായ കഥയും പ്രത്യേകതകളുമുണ്ട്. ഈ തീരം വെള്ളത്തിനടിയിലായതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നറിയാമോ? 1. കരയുടെ ഭാഗം കുറഞ്ഞില്ലേ? അപ്പോൾ തീരസമതലങ്ങൾ ഭയങ്കര ഇടുങ്ങിയതായി. 2. പശ്ചിമഘട്ടത്തുനിന്ന് വരുന്ന പുഴകളൊക്കെ ഭയങ്കര സ്പീഡിലാണ് താഴോട്ട് വരുന്നത്. അതുകൊണ്ട് എക്കൽമണ്ണൊന്നും നിക്ഷേപിച്ച് ഒരു ഡെൽറ്റ ഉണ്ടാക്കാൻ അതിന് സമയം കിട്ടുന്നില്ല. നേരെ കടലിലേക്ക് ചാടാണ്. പക്ഷെ ഇതിനൊരു വലിയ ഗുണമുണ്ടായി. എന്താണെന്നോ? തീരത്തോട് ചേർന്ന് കടലിന് നല്ല ആഴം കിട്ടി. അതുകൊണ്ട് വലിയ കപ്പലുകൾക്ക് വരെ എളുപ്പത്തിൽ അടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്വാഭാവിക തുറമുഖങ്ങൾ ഇവിടെ ഉണ്ടായി. അത് വലിയൊരു കാര്യമാണ്. ഈ മുങ്ങിപ്പോയ തീരം എന്ന ആശയം ഒരു സയൻസ് ഫാക്ട് മാത്രമല്ല, അതിന് നമ്മുടെ ഐതിഹ്യങ്ങളുമായിട്ട് പോലും ഒരു ബന്ധമുണ്ട്. ശ്രീകൃഷ്ണന്റെ ദ്വാരകാ നഗരം കടലിനടിയിലായി പോയി എന്ന കഥ കേട്ടിട്ടില്ലേ? ആരാണ് കേൾക്കാത്തത്? ഒരു പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് നടന്ന ഈ ഭൗമപരമായ മാറ്റത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കാം ആ കഥ. ചിന്തിക്കാൻ നല്ല രസമില്ലേ? ഇനി നമ്മുടെ സ്വന്തം മലബാർ തീരത്തിന്റെ കാര്യം പറയാം. ഇവിടുത്തെ ജീവൻ എന്താ? സംശയമില്ല, അത് കായലുകളാണ്. നമ്മളെ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയില്ലേ? മത്സ്യബന്ധനത്തിനും ആളുകൾക്ക് ബോട്ടിൽ യാത്ര ചെയ്യാനും പിന്നെ ലോകം മുഴുവൻ ടിവിയിൽ കാണുന്ന ആവേശകരമായ വള്ളംകളികൾക്കും എല്ലാത്തിനും ഈ കായലുകൾ വേണം. ശരിക്കും പടിഞ്ഞാറൻ തീരത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നൊരു സൗന്ദര്യമാണിത്. ഓക്കേ, അപ്പൊ താഴ്ന്നുപോയ പടിഞ്ഞാറൻ സ്റ്റേജിലെ കഥകളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നാടകത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. നേരെ കിഴക്കോട്ട്, ഉയർന്നുവന്ന ആ കിഴക്കൻ അരങ്ങിലേക്ക്. പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, ഇവിടെ സംഭവിച്ചത് പടിഞ്ഞാറ് നടന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. കിഴക്കൻ തീരത്തിന്റെ കഥ തുടങ്ങുന്നത് തന്നെ നേരെ തിരിച്ചാണ്. ഇതിനെ ശാസ്ത്രജ്ഞര് വിളിക്കുന്നത് എമേർജന്റ് കോസ്റ്റ്, അതായത് ഉയർന്നുവന്ന തീരമെന്നാണ്. ഇവിടെ സംഭവിച്ചതെന്താന്ന് വെച്ചാൽ, ഒന്നുകിൽ കര മുകളിലേക്ക് ഉയർന്നു, അല്ലെങ്കിൽ കടൽ താഴേക്ക് പോയി. എന്തായാലും ഫലം ഒന്നുതന്നെ, പുതിയ കര രൂപപ്പെട്ടു. അതുകൊണ്ടാണ് കിഴക്കൻ തീരം നമ്മൾ കാണുന്ന പോലെ ഇത്ര വീതിയുള്ളതും പരന്നതുമായി മാറിയത്. പടിഞ്ഞാറ് കണ്ട കാഴ്ചകളെ മറന്നേക്കൂ, കിഴക്ക് വരുമ്പോൾ സീൻ മൊത്തം മാറും. ഇവിടെ തീരത്തിന് എന്തൊരു വീതിയാണെന്നോ! മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, അങ്ങനെ ഒരുപാട് വമ്പൻ നദികള് വളരെ പതുക്കെ ഒഴുകി വന്ന് അവര് കൊണ്ടുവന്ന കോടിക്കണക്കിന് ടൺ എക്കൽ മണ്ണ് ഇവിടെ നിക്ഷേപിക്കും. അങ്ങനെയാണ് ഫലഭൂഷ്ടമായ വലിയ ഡെൽറ്റകൾ ഉണ്ടാവുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പടിഞ്ഞാറ് കണ്ട പോലത്തെ സ്വാഭാവിക തുറമുഖങ്ങൾ ഇവിടെ ഇല്ല. കാരണം കടലിനത്ര ആഴമില്ല. ഈ വലിയ കിഴക്കൻ തീരത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എളുപ്പമാണ്. വടക്ക് ഭാഗം വടക്കൻ സിർക്കാർസ് എന്നും താഴോട്ട് തെക്ക് ഭാഗം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കോറമാൻഡൽ തീരമെന്നും അറിയപ്പെടുന്നു. ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സംഗ്രഹമാണിത്. രൂപീകരണം നോക്കിയാൽ ഒന്ന് മുങ്ങിപ്പോയത്, മറ്റേത് ഉയർന്നു വന്നത്.
വീതിയുടെ കാര്യത്തിലോ ഒന്ന് ഇടുങ്ങിയത്, മറ്റേത് വിശാലമായത്. നദികളും തുറമുഖങ്ങളും എല്ലാത്തിലും ഈ വ്യത്യാസം കാണാം. ശരിക്കും പറഞ്ഞാല് ഒന്ന് മറ്റൊന്നിന്റെ ഒരു നെഗറ്റീവ് ഫിലിം പോലെയാണ്. ഈയൊരു വൈരുദ്ധ്യമാണ് നമ്മുടെ തീരങ്ങളെ ഇത്രയേറെ രസകരമാക്കുന്നത്. ശരി, നമ്മൾ ജോഗ്രഫിയൊക്കെ പഠിച്ചു. പക്ഷേ ഇതൊക്കെ വെറും പാറയുടെയും മണ്ണിന്റെയും മാത്രം കഥയാണോ? അല്ല. ഈ വ്യത്യാസങ്ങൾ അവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ, അവരുടെ ജോലിയെ, ഭക്ഷണത്തെ വരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പടിഞ്ഞാറൻ തീരത്ത് ചെന്നാൽ അവിടുത്തെ സാമ്പത്തിക രംഗം കറങ്ങുന്നത് തുറമുഖങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. നമ്മുടെ കൊച്ചി, പിന്നെ ഗോവയിലെ മർമഗോവ, ഇതുപോലുള്ള തുറമുഖങ്ങളാണ് വ്യാപാരത്തിന്റെ ഹൃദയം. അതുപോലെ കായലുകൾ മീൻപിടുത്തക്കാർക്കും ടൂറിസത്തിനും ഒരുപോലെ പ്രധാനമാണ്. ഇനി കിഴക്കോട്ട് വരാം. ഇവിടെ കഥ മൊത്തം മാറും. ഇവിടുത്തെ യഥാർത്ഥ നിധിയെന്ന് പറയുന്നത് നദികൾ കൊണ്ടുവന്നിട്ട് ആ ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ആ മണ്ണിലാണ് ഇന്ത്യയ്ക്ക് വേണ്ട അരിയുടെ വലിയൊരു ഭാഗം വിളയുന്നത്. അതുകൊണ്ടാണ് കിഴക്കൻ തീരത്തെ ഇന്ത്യയുടെ അരിപ്പാത്രമെന്ന് വിളിക്കുന്നത്. ആ പേര് വെറുതെ കിട്ടിയതല്ല. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ് കാര്യം? സിമ്പിളാണ്. ഭൂമിയുടെ ഘടന തന്നെ ഒരു തീരത്തെ കച്ചവടത്തിനും മറ്റേ തീരത്തെ കൃഷിക്കും വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയായിരുന്നു. ഒന്ന് കപ്പലുകൾക്ക് വേണ്ടിയും മറ്റൊന്ന് കലപ്പുകൾക്ക് വേണ്ടിയും. ഇതുവരെ നമ്മൾ സമൃദ്ധിയുടെയും സൗന്ദര്യത്തിന്റെയും കഥകളാണ് പറഞ്ഞത്. പക്ഷേ ഈ കഥയ്ക്കൊരു ഡാർക്ക് സൈഡ് കൂടിയുണ്ട്. ഈ തീരങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്ന് അവിടുത്തെ പ്രവചനാതീതമായ കാലാവസ്ഥയാണ്. ഈ കണക്കൊന്ന് കേട്ടുനോക്കൂ. ഒരുപക്ഷേ നിങ്ങളെ ഞെട്ടിച്ചേക്കാം. നമ്മുടെ രാജ്യത്തിന്റെ തീരപ്രദേശത്തിന്റെ 75% ചുഴലിക്കാറ്റും സുനാമിയും പോലുള്ള ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടസാധ്യത കിഴക്കൻ തീരത്തിനാണ്. എന്തുകൊണ്ടാണ് കിഴക്കൻ തീരം ഇത്ര അപകടത്തിലാകുന്നത്? നമുക്ക് നമ്മുടെ ആ സ്റ്റേജിന്റെ ഉപമയിലേക്ക് തിരിച്ചുപോകാം. കിഴക്കൻ തീരം എങ്ങനെയായിരുന്നു? വിശാലവും തുറന്നതുമായ ഒരു സ്റ്റേജ് പോലെ, അല്ലേ? അതുകൊണ്ട് തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ഭീമാകാരമായ ചുഴലിക്കാറ്റുകൾക്ക് ഒരു തടസ്സവുമില്ലാതെ നേരെ കരയിലേക്ക് പാഞ്ഞുകയറാൻ പറ്റും. അപ്പോ ഈ കഥ ഇവിടെ നിർത്തുമ്പോ നമ്മുടെ മുന്നിലൊരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. ലോകം മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും കടൽനിരപ്പ് ഉയരുന്നതിനെക്കുറിച്ചും സംസാരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആരുടെ ഭാവിയാണ് കൂടുതൽ അപകടത്തിൽ? ഓൾറെഡി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പടിഞ്ഞാറൻ തീരത്തിന്റേതാണോ? അതോ വിശാലമാണെങ്കിലും എളുപ്പത്തിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള കിഴക്കൻ തീരത്തിന്റേതാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ കണ്ടെത്തേണ്ടിവരും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്?